നമ്മുടെ കൊച്ചിയിലെ ഒരു ആഡംബര ഫ്ളാറ്റിന് നേരിടേണ്ടി വന്ന അതിദാരുണമായിട്ടുള്ള ഒരു ദുരന്ത സംഭവത്തെ പറ്റിയാണ് പോകണമെന്ന് പറയാനുള്ളത്. ഈ ന്യായത്തിന് അധിപന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവതുല്യരായിട്ടുള്ള മനുഷ്യരെ വരെ താമസക്കാരാക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഫ്ളാറ്റാണതെന്ന് പറഞ്ഞു കേൾക്കുന്നു. 60 ലക്ഷം രൂപ വിലയുള്ള മിനി കൂപ്പർ കടുത്ത അപകർഷതാബോധത്തോടെയാണ് ആ ഫ്ളാറ്റ് സമുച്ചയത്തിലെ പാർക്കിംഗ് മൈതാനത്ത് പാർക്കുന്നത്. അതും പറഞ്ഞു കേട്ടതാണ്. എന്ന് വെച്ചാൽ ഫ്ളാറ്റ് വാസികളുടെ പാർക്കിംഗ് സ്ഥലത്ത് കിടക്കുന്ന കാറുകളിൽ ഏറ്റവും വില കുറഞ്ഞ കാറ് 60 ലക്ഷക്കാരിയായിട്ടുള്ള നമ്മുടെ ഈ മിനി കൂപ്പർ ആണെന്നാണ് പോങ്ങൻ പറഞ്ഞതിന്റെ വക്രാർത്ഥം. അതായത് ഉന്നതമായിട്ടുള്ള സാമൂഹ്യ മൂല്യവും സ്വാധീന ശേഷിയും സാമ്പത്തിക ശക്തിയുമൊക്കെയുള്ള കൂറ്റൻ ആളുകളുടെ പൊറുതി കൊണ്ട് വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ടതാണ് കൊച്ചിയിലെ ആ ആഡംബര ഫ്ളാറ്റ്, അല്ലെങ്കിൽ പോങ്ങൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആഡംബര ഫ്ളാറ്റ്. എന്നാൽ ഇന്നതിന്റെ മഹിമയ്ക്ക് വളരെയേറെ കോട്ടം തട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ മാസശമ്പളക്കാരായിട്ടുള്ള നമ്മുടെ ലഹരി വിരുദ്ധ സേനയുടെ വകതിരിവില്ലായ്മ തികഞ്ഞ കൃത്യനിർവഹണത്വരയാൽ കോട്ടം തട്ടപ്പെട്ടിരിക്കുന്നു, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതാണ് അതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള പറച്ചിൽ. കഴിഞ്ഞ ദിവസം ആ മഹാനിർമ്മിതിയിൽ നിന്നും ഏതാനും ചലച്ചിത്ര പ്രവർത്തകരെ ലഹരി വിരുദ്ധ സേന തൊണ്ടി സമേതം പിടിച്ചു. വളരെ ഉന്നതമായിട്ടുള്ള സാമൂഹ്യ പരിരക്ഷ കൽപ്പിക്കപ്പെടുന്ന തീർത്തും ഹരിതമതേതരരായിരുന്നു ആ സംവിധായകർ. എന്ന് വെച്ചാൽ പഹൽഗാമിൽ പോയാൽ മുഴുവൻ ജീവനോടുകൂടി തന്നെ തിരിച്ചെത്താവുന്നത്രയും മതേതരപ്പറ്റുള്ള ലിംഗം കവയ്ക്കിടയിൽ കൊണ്ടു നടക്കുന്ന തരം മതേതരർ. നിക്രൂരി നോക്കുന്ന തീവ്രവാദിയെ കൊണ്ട് തോക്ക് താഴെ ഇടിയിക്കാനും നാക്കെടുത്ത് താന്താങ്ങളുടെ ഉണ്ടയെ നോക്കിപ്പിച്ച് ബോലോ ഫക്ക് ബീരാനെ എന്ന് വിളിപ്പിക്കാനും തക്ക കെൽപ്പുള്ള നല്ല ഒന്നാന്തരം അതുമ്പലിംഗന്മാരായിട്ടുള്ള മതേതരർ. അത്രയും ഉന്നതമായിട്ടുള്ള സാമൂഹ്യ പരിരക്ഷയുള്ള സംവിധായകരെയാണ് മഹാപ്രതാപം പേറുന്ന ആ ഫ്ളാറ്റിൽ നിന്നും ലഹരി വിരുദ്ധ സേന മയക്കുമരുന്ന് വേട്ടയാടി പൊക്കിയത്. വാസ്തവത്തിൽ നമ്മുടെ ലഹരി വിരുദ്ധ സേന ഹിന്ദുത്വ ഫാസിസ്റ്റ് വർഗീയ ശക്തികളുടെ ചട്ടുകങ്ങളായി മാറി എന്നതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഈ നീക്കം. ഈ ആഡംബര ഫ്ളാറ്റ് സമുച്ചയത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഗഞ്ചൻവുഡ് എന്ന മലയാള ചലച്ചിത്ര ലോകത്തെ പടുകൂറ്റൻ നിർമ്മാതാവായിട്ടുള്ള ഒരു പ്രതാപിയുടെയും മഹാത്മ്യത്തിന് ഇടിവ് പകരാൻ നമ്മുടെ ലഹരി വിരുദ്ധ സേനയും അതുപോലെ മാധ്യമങ്ങളും ഒന്നുപോലെ പരിശ്രമിക്കുന്നത് കാണുമ്പോൾ പോകാൻ അതിന്റെ നിജസ്ഥിതി പറയാതെ പറ്റില്ല. ഗഞ്ചൻവുഡ് നിർമ്മാതാവിനോട് നമ്മുടെ മാധ്യമങ്ങൾ കാട്ടിയ അനീതിയെപ്പറ്റി ആദ്യം പറയാം. സ്വന്തം ഭാര്യയുടെ ഭർത്താവായി മറ്റൊരാളെ അവരോധിക്കുക, തനിക്കുണ്ടായിട്ടുള്ള കുട്ടിയുടെ പിതൃസ്ഥാനം മറ്റൊരാൾക്ക് കൽപ്പിക്കപ്പെടുക, ഇതൊക്കെ ഏതൊരു ഭർത്താവിനെയും അല്ലെങ്കിൽ പിതാവിനെയും ദുഃഖത്തിലാഴ്ത്തും, ഇല്ലേ? അതുപോലെ തന്നെയാണ് ഹാഷിഷ് ഊത്തുമാൻ എന്ന നിർമ്മാതാവ് ഇപ്പോൾ ഈ അനുഭവിക്കുന്ന വേദനയും. സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒന്നിന്റെ പിതൃത്വമാണ് മാധ്യമങ്ങൾ മറ്റൊരാൾക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. കൂടുതൽ വളച്ചുകെട്ടാത്ത കാര്യം പറയാം. 2002 പുറത്തിറങ്ങിയിട്ടുള്ള ചേഞ്ചിങ് ലൈൻസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സിനിമയുടെ ഘടനയും അതുപോലെ 2009 സംഭവിച്ച ഹാൻഡ് ഫോൺ എന്ന് പറയുന്ന കൊറിയൻ സിനിമയുടെ ഉള്ളടക്കവും വിളക്കി ചേർത്ത് 2011 വാപ്പ പരിച എന്നൊരു മോഷണ ചിത്രം മലയാളത്തിൽ സംഭവിച്ചു. ഷമൈർ തസ്കീർ എന്ന ഒരു മതേതര ലിംഗനായിരുന്നു അതിന്റെ പടച്ചോൻ എന്നാണ് എന്റെ ഒരു ഓർമ്മ. ആ ഷമൈരൻ തസ്കീരന്റെ പേരിലാണ് ഹാഷിഷ് ഊത്തുമാൻ വക ഫ്ളാറ്റിന്റെ ഉടമസ്ഥാവകാശം നമ്മുടെ മാധ്യമങ്ങൾ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ഹാഷിഷ് ഊത്തുമാൻ പണക്കാരനായിട്ടുള്ള ഒരു ഗഞ്ചൻവുഡ് നിർമ്മാതാവ് മാത്രമല്ല, ജിസിനൊരു നവോത്ഥാന നായകനും സാംസ്കാരിക പ്രവർത്തകനുമൊക്കെയാണ്. സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമിട്ടാണ് ഹാഷിഷ് ഊത്തുമാൻ ഓരോ ചിത്രവും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹരിത മതേതരത്വത്തിന്റെ ലഹരി ബാധിച്ച യുവാക്കളെ പ്രബുദ്ധ കേരളത്തിന് സംഭാവന ചെയ്യുന്നതിൽ ഹാഷിഷ് ഊത്തുമാന്റെ സിനിമകൾക്കുള്ള പങ്ക് ചെറുതല്ല. കഞ്ചാവ് കേക്ക് എന്ന് പറയുന്ന ഒരു പുരോഗമന മധുരം പ്രബുദ്ധ കേരളത്തിന് സംഭാവന ചെയ്തത് ഹാഷിഷ് ഊത്തുമാന്റെ ഒരു ചിത്രമാണ്. കണ്ടിട്ടുണ്ടോ? നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ കിടപ്പുണ്ട്. നമ്മുടെ ടിനോവ മോദസ് എന്ന് പറയുന്ന മസിൽ സ്റ്റാർ ആയിരുന്നു ആ ചിത്രത്തിലെ നായകൻ. കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കഞ്ചാവ് കേക്കിന്റെ ഒരു ചെറു കഷ്ണം നിങ്ങൾക്കായിട്ട് പോകാൻ വിളമ്പാം. நீ ட்ரை பண்ணிருக்கியா? ഹാഷിഷ് ഊത്തുമാന്റെ ഓരോ ചിത്രങ്ങളും കേരളീയ യുവതയുടെ പുരോഗമന ബുദ്ധിക്ക് പച്ചപ്പ് പ്രദാനം ചെയ്യുന്നവയായിരുന്നു എന്ന് പറയുന്ന ഒരു ബോധ്യം, ഒരു മനസ്സിലാക്കൽ തീർച്ചയായിട്ടും പോകാനുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ആഡംബര ഫ്ളാറ്റ് അന്യഭാഷാ ചിത്രങ്ങളെ മലയാളത്തിലേക്ക് കട്ടുകൊണ്ടുവരുന്ന ഒരു തസ്കരോത്തമന്റെ പേരിൽ തീരെഴുതി കൊടുക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. മോളിവുഡിനെ കാലികമായി പരിഷ്കരിച്ച് ഗഞ്ചൻവുഡ് ആക്കി മട്ടാഞ്ചേരി മാഫിയയുടെ നിയന്ത്രണത്തിലാക്കാൻ ഹാഷിഷ് അബുവിനൊപ്പം കൂടിയവനാണ് ഈ ഷമൈരൻ തസ്കീരൻ. ഒരുപക്ഷെ ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായി അയാൾക്കും കൂട്ടാളികൾക്കും വലിക്കാനും പിടിക്കാനും ഒക്കെയായി നമ്മുടെ ഈ ഹാഷിഷ് ഊത്തുമാൻ അദ്ദേഹത്തിന്റെ ആഡംബര ഫ്ളാറ്റ് അങ്ങോട്ട് വിട്ടു നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അയാളുടെ ഹരിത സാഹോദര്യം, സമാധാന അടിസ്ഥാനത്തിലുള്ള ഐക്യബുദ്ധി, അതുപോലെ ഉടയാത്ത വർഗബോധം മുതലായിട്ടുള്ള സദ്ഗുണങ്ങൾ കൊണ്ട് ഹാഷിഷ് ഊത്തുമാൻ ചുമ ഉപയോഗിക്കാനായി തന്റെ മുതല് കൂട്ടത്തിൽപ്പെട്ടവർക്ക് അങ്ങനെ അങ്ങോട്ട് വിട്ടു നൽകിയെന്ന് കരുതി ഔദാര്യം പറ്റുന്നവന് അയാളുടെ സ്വത്ത് അങ്ങനെ അങ്ങോട്ട് മാധ്യമങ്ങൾ തീരെഴുതി നൽകുന്നത് ഒട്ടും തന്നെ മര്യാദയല്ല, മാന്യതയല്ല.
അത്രേ പോങ്ങനെ പറയാനുള്ളൂ. ഇനി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ മഹത്വത്തിന് ഇടിവ് പകർന്ന ലഹരി വിരുദ്ധ സേനയുടെ നെറുകേടിനെ പറ്റി സ്വല്പം പറയാം. ആ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ മഹത്വത്തിന്റെ മാറ്റിനെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. 60 ലക്ഷം രൂപയുടെ മിനി കൂപ്പറിന് വരെ അപകർഷത പകരുന്നത്രയും സാമ്പത്തിക ശക്തി ഉള്ളവരാണ് ഫ്ളാറ്റ് വാസികൾ. സാമൂഹ്യ മൂല്യവും സവിശേഷ സ്വാതന്ത്ര്യവും സമൂല സംരക്ഷണവുമുള്ള നീതി വിൽപ്പനക്കാർ വരെ അവിടെ സകുടുംബം വെച്ചുകൊണ്ട് പാർക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു ഫ്ളാറ്റിൽ കയറി മയക്കുമരുന്ന് വേട്ട നടത്തിയ ലഹരി വേട്ടക്കാർക്ക് ലഭിച്ചത് വെറും 1.5 ഗ്രാം കഞ്ചാവാണ്. 1.5 ഗ്രാം കഞ്ചാവ്, വെറും 1.5 ഗ്രാം കഞ്ചാവ്, വെറും 1.5 ഗ്രാം കഞ്ചാവ്. 2 ഗ്രാം തികച്ചവർക്ക് കിട്ടിയിട്ടില്ല അവിടുന്ന്. 2 ഗ്രാം തികച്ച്. ആ ഫ്ളാറ്റ് സമുച്ചയത്തെ എത്രമാത്രം അപമാനിക്കുന്ന ഒരു സംഗതിയാണത്, അല്ലേ? നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിക്കണ്ടേ? ഇത്രയും ഗംഭീരരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അവിടുന്ന് കിട്ടിയതാണ് 1.5 ഗ്രാം. കഷ്ടിച്ച് 1.5 ഗ്രാം. സ്വന്തമായി ജോലിയോ കൂലിയോ ഒന്നുമില്ലാതെ കുടുംബക്കാരുടെ ചെലവിൽ അങ്ങ് കളമശ്ശേരി പോളിയിലെ ഹോസ്റ്റലിൽ കഴിയുന്ന വെറും പിറകളായിട്ടുള്ള എത്തപ്പൈ പയലുകളിൽ നിന്ന് പോലും 2 കിലോ കഞ്ചാവ് പിടിച്ചു. 2 കിലോ കഞ്ചാവ്. 2 കിലോ കഞ്ചാവ് പിടിച്ചു കുട്ടികളുടെ കയ്യിൽ നിന്ന്. അപ്പോഴാണ് അത്യുന്നതന്മാർ ആഡംബര ജീവിതം നയിക്കുന്ന ഒരു അത്യാഡംബര ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും വെറും 1.5 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുക്കുന്നത്. വെറും 1.5 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുക്കുന്നത്. ആ ഫ്ളാറ്റിന്റെ മഹിമ മൂല്യം വെച്ച് കുറഞ്ഞത് 1 കിൻഡൽ കഞ്ചാവെങ്കിലും പിടിച്ചില്ലെങ്കിൽ അത് വലിയ നാണക്കേട് തന്നെയാണ്, അല്ലേ? ആ ഫ്ളാറ്റിന്റെ പ്രതാപത്തിന് അത് കുറച്ചിലാണ്. ഫ്ളാറ്റിന്റെ കാര്യം തൽക്കാലം മാറ്റിവെക്കാം. ഗഞ്ചാവുഡ് അടക്കി ഭരിക്കുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ തലപ്പത്തുള്ളവരാണ് നമ്മുടെ സുമേഷ് ഏട്ടൻ. ഒരുമാതിരി മറിമായം പോലെ പല പല ഭാര്യമാരിലായി വിളയിച്ചെടുത്തിട്ടുള്ള ആ ഖാലിദ സഹോദരങ്ങൾ. അതാരൊക്കെയാണെന്ന് എണ്ണി പറയുന്നില്ല. അതിലൊരുവന്റെ പക്കൽ നിന്നാണ് ഈ 1.5 ഗ്രാം പിടിച്ചിരിക്കുന്നത്. 1.5 ഗ്രാം കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. അതായത് സ്റ്റേഷൻ ജാമ്യത്തിൽ ചുമ്മാ പുറത്തിറങ്ങി വീട്ടിൽ ചെന്ന് നല്ലോണം പുകയെടുത്ത് വിശ്രമിക്കാൻ മാത്രമുള്ള ഒരു ചെറു വകുപ്പാണ് ഈ 1.5 ഗ്രാം കേസ് നൽകുന്നത്, അല്ലേ? തീർച്ചയായും സുമേഷ് ഏട്ടന്റെ മകനായിട്ടുള്ള ഈ ഹരിത കഞ്ചനോളിയെ കളിയാക്കാൻ തന്നെയാണ് ലഹരി വിരുദ്ധ സേന ഇത്രയും ചെറിയ അളവ് പിടിച്ചെടുത്തത്. പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ കയ്യിൽ നിന്ന് പോലും 2 കിലോ പിടിക്കുന്ന നാട്ടിൽ മട്ടാഞ്ചേരി മാഫിയയുടെ തലവന്മാരിൽ ഒരുവന്റെ പക്കൽ നിന്ന് 2 ഗ്രാം കഞ്ചൻ പോലും പിടിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു അപമാനം ആ ഖാലിദപുത്രന് ലഭിക്കാനുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ സംഘികളുടെ പക്കൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് ലഹരി വിരുദ്ധ സേന ആ ഹരിത സംവിധായകന്റെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ച കഞ്ചാവിന്റെ അളവ് കുറച്ച് കാണിച്ചതാവാനേ തരമുള്ളൂ. ലഹരി വേട്ടക്കാരുടെ കീശ വീർത്തു, ഹരിത സംവിധായകന്റെ തൊണ്ടി മെലിഞ്ഞു. എന്തായാലും ഇത്രയും ശുഷ്കിച്ച ഒരു തൊണ്ടി അളവ് തീർച്ചയായും ആ തെണ്ടിയുടെ ലഹരി മൂല്യത്തിന്റെ മാറ്റിനെ നാറ്റിക്കാൻ മാത്രമേ ഉപകരിക്കൂ. കുറഞ്ഞത് 1 ടൺ കഞ്ചാവെങ്കിലും പിടിക്കാതെ അയാളുടെ ലഹരി മൂല്യത്തെ ആദരിക്കാൻ നമ്മുടെ ലഹരി വിരുദ്ധ സേനയ്ക്ക് ഒട്ടും തന്നെ സാധിക്കില്ല. അതാണ് സത്യം. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ വരാഹസുതന് ഇങ്ങനെ ഒരു നാണക്കേടെങ്കിലും നൽകിയതിൽ പ്രകൃതിയോട് പോങ്ങൻ നല്ലോണം നന്ദി പറയുന്നുണ്ട്. കാരണം ബാലതാരമായി സിനിമയിൽ വന്ന് സിനിമയ്ക്കൊപ്പം നായികയോളം വളർന്ന ഒരു പെൺകുട്ടിയെ മനോനില തെറ്റിക്കുന്ന നിലയിൽ ഉപദ്രവിച്ച നീചനാണ് ഈ ഗഞ്ചൻവുഡ് സംവിധായകനായിട്ടുള്ള ഹരിത മതേതരൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പോങ്ങൻ. ചലച്ചിത്ര പ്രവർത്തകരായിട്ടുള്ള ചില സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ്. വളരെ ജൈഹാദിക ബുദ്ധിയോടുകൂടി ഈ ഹരിത സംവിധായകൻ ആ പെൺകുട്ടിയെ പ്രേമിച്ചു കളഞ്ഞു. ഓന്റെ ആ പ്രേമത്തിന്റെ ഊക്കിൽ പെൺകുട്ടി സത്യസരണി വരെ ചെന്നെത്തിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എങ്ങനെയോ ഒരുവിധം അവിടെ നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടി വളരെ സ്വാഭാവികമായ ജീവിതത്തിലേക്കും വളരെ സ്വാഭാവികമായിട്ടുള്ള മനോനിലയിലേക്കും ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് മടങ്ങി വരുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പ്രബുദ്ധ കേരളവും ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ നമ്മുടെ ഈ ഹരിത മതേതരത്വത്തിന് വിധേയപ്പെട്ട് കഴിയുന്നതിനാൽ ആരും ഇതിനെപ്പറ്റി ഒന്നും അങ്ങനെ അങ്ങോട്ട് അന്വേഷിക്കാനോ പറയാനോ ഒന്നും നിന്നില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ല, അന്വേഷണാത്മക പത്രപ്രവർത്തനം പോങ്ങന്റെ ശീലവുമല്ല, ഞാൻ അതിനൊന്നും അങ്ങനെയൊന്നും നടത്താറുമില്ല. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് പരിമിതികളുണ്ട്. ഈ രീതിയിലുള്ള അന്വേഷണാത്മക പത്രപ്രവർത്തനമൊക്കെ നടത്തുന്ന ആളുകൾക്ക് വളരെ നിസ്സാരമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ ഇതുള്ളൂ. പക്ഷേ അത് പൂഴ്ത്തി വെക്കുന്നുണ്ട്. ഒരാളും അറിയിക്കുന്നില്ല ഇത്തരം കാര്യങ്ങളൊന്നും. അറിയാത്തതൊന്നുമല്ല, പറയാത്തതാണ്. ഭയം കൊണ്ടായിരിക്കാം, ഉണ്ണുന്ന ചോറിനോടുള്ള കൂറുകൊണ്ടാവാം, പലതുമാവാം. എന്തായാലും പ്രകൃതിയെല്ലാം കാണുന്നുണ്ടെന്ന വിശ്വാസമാണ് പോങ്ങൻ വെച്ച് പുലർത്തുന്നത്. തക്ക സമയത്ത് വളരെ ഉചിതമായിട്ടുള്ള ശിക്ഷ അർഹമായിട്ടുള്ള അളവിൽ
നൽകിക്കൊണ്ട് നമ്മുടെ സകല കുറ്റവാളികളെയും പ്രകൃതി ആദരിച്ചിരിക്കുമെന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലാണ് പോങ്ങന്റെ ജീവിതം അങ്ങനെ അങ്ങ് നയിച്ചുകൊണ്ടിരിക്കുന്നത് പോങ്ങൻ. ഇതൊരു ചെറിയ തുടക്കം മാത്രമാവും, അല്ലെങ്കിൽ വലിയ പണികളിലേക്കുള്ള ഒരു വഴിവെട്ട് മാത്രമാകാൻ സാധ്യതയുണ്ട് ഇതെന്നാണ് എൻ്റെ ഒരു വിചാരം. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് പോങ്ങൻ പോയിക്കോട്ടെ. ഒരൊറ്റ കാര്യം കൂടി, ചെറിയൊരു കാര്യം കൂടി പറയട്ടെ. അതായത് ചിലർ ലഹരി ഉപയോഗിച്ചാൽ സ്വന്തം തടിക്ക് മാത്രമേ ദോഷം ചെയ്യൂ അല്ലേ. എന്നാൽ മറ്റു ചിലരുടെ ലഹരി ഉപയോഗം സ്വന്തം തടിയേക്കാൾ ഈ നാടിനാവും നാശം നൽകുക. എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ തന്നെയുള്ള നാശം. അങ്ങനെയാണ് പറയുന്നത്, എടുത്തു പറയണത് പ്രത്യക്ഷത്തിലുള്ള നാശം. ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കാൻ സാധിക്കുന്ന നിലയിൽ കലാപരമായും ദുശീലപരമായും ലഹരി ഉപയോഗിക്കുന്ന കൂട്ടരാണ് മലയാള സിനിമയെ പിടിമുറുക്കിയിരിക്കുന്ന മട്ടാഞ്ചേരി മാഫിയ. സിനിമ വലിയ സ്വാധീന ശക്തിയുള്ള ഒരു കലാരൂപമാണ്. സ്വാധീന ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ടല്ല സ്വാധീനിക്കുന്നത്. ഒരു സിനിമയും ആരെയും നന്നാക്കില്ല, പക്ഷേ കെടുത്തിക്കളയും. മോശമായി സ്വാധീനിക്കാനുള്ള ശക്തി സിനിമയ്ക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ സൂക്ഷിച്ച് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യണം, വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യണം. പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു അറുതി വരുത്തണം. ചെറിയവനെ മാത്രമല്ല വലിയവനെയും പിടിക്കണം, ഉപയോഗിക്കുന്നവനെ മാത്രമല്ല വിൽക്കുന്നവനെയും പിടിക്കണം, ചെറുകിട കച്ചവടക്കാരെ മാത്രമല്ല മാഫിയയെ തന്നെ ഇറക്കണം. മട്ടാഞ്ചേരി മാഫിയയെ മലയാള സിനിമയിൽ നിന്നും തീർച്ചയായിട്ടും തുരത്തണം. സിനിമയേക്കാൾ അതിന്റെ ഗുണം ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ നാടിനാവും. ചിന്താശേഷി കുറഞ്ഞു പോയിട്ടുള്ള ഗൂഗിളാനന്തര കേരളത്തിലെ കുഞ്ഞുങ്ങൾക്കാവും ഉറപ്പായും. വരാനിരിക്കുന്ന തലമുറയോടുള്ള നമ്മളുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഗമായിട്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിനൊരു അറുതി വരുത്തണം. അതിനായിട്ടുള്ള ശ്രമം അധികാരികൾ വളരെ ആത്മാർത്ഥമായി നടത്തണം. ഇന്ന് നമ്മൾ കണ്ണടച്ചാൽ നാളെ ഈ നാട് തന്നെ കണ്ണടയ്ക്കും. ഒരിക്കലും തുറക്കാനാവാത്ത നിലയിൽ ഒരു കണ്ണടപ്പ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇതിനെ കാണണം, വേണ്ട നടപടികൾ കൈക്കൊള്ളണം. എത്ര വിവാദമുണ്ടായാലും പൊക്കണം എല്ലാത്തിനെയും. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഏതാനും ചില സംസാരങ്ങൾ കൂടി സംഭവിച്ചേക്കും തൊട്ടു പിന്നാലെ. അതുപോലെ തന്നെ വേടനെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേടനെ വേട്ടയാടുന്നതാണോ, വേടനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജനാധിപത്യത്തെയും സാമൂഹ്യ ബോധത്തെയും പൗരബുദ്ധിയും ഒക്കെ വേട്ടയാടാൻ ദേശവിരുദ്ധർ ശ്രമിക്കുന്നുണ്ടോ? ഇതെല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും, ആലോചിക്കുന്നത് നല്ലതായിരിക്കും. മുൻവിധികൾ കൂടാതെ തീർച്ചയായിട്ടും പോകാൻ വേടനെക്കുറിച്ചും സംസാരിക്കും. എന്തായാലും വേടനയിൽ മറഞ്ഞു പോകരുത് ഹരിത സംവിധായകരായിട്ടുള്ള ഈ മതേതര താളികൾ. സന്തോഷം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം, അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. സ്നേഹം.